ഗൈസ് വണക്കം. പിന്നെ നമ്മുടെ ഈ ഫാമിലി കുടുംബം അതിനകത്ത് ഓരോരോ കുടുംബാംഗങ്ങൾ കൂടുന്ന സമയത്ത് അഥവാ ഇപ്പം ഒരു ഫാമിലിക്കകത്ത് വിചാരിക്കുക, ഇപ്പം ഒരു ആൺകുട്ടിയുള്ള ഒരു ഫാമിലി, അപ്പോൾ ആ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി ചിലപ്പം വരും. വിവാഹത്തിൻ്റെ സംവിധാനങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരിടത്ത് ഒന്നിലധികം മെമ്പേഴ്സ് ഉണ്ടാവും. അവിടെ ഒന്നിലധികം ആൾക്കാർ വരാം, ആണായാലും പെണ്ണായിരുന്നാലും മറ്റ് ബന്ധങ്ങളിലേക്ക് വരുമല്ലോ. അപ്പം ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുന്നത്, ഈ നമ്മുടെ വിവാഹ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ ആ ദമ്പതികൾ ആ വീട്ടിൽ തന്നെ താമസിക്കണമോ, അതോ അവർ പുതിയൊരു കുടുംബമായിട്ട് മറ്റൊരു വീട് വാങ്ങി അല്ലെങ്കിൽ വീടോ വാടകയ്ക്കെടുത്തോ ഒക്കെ അവർ സെപ്പറേറ്റ് ആയിട്ട് മാറി സ്വന്തമായിട്ടുള്ള രീതിയിലേക്ക് മാറുന്നതാണോ? എന്താണ് ശരി? നിങ്ങളുടെ ഒരു അഭിപ്രായം പറയണേ. കാരണം ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയും അതുമായിട്ട് ഭയങ്കര കണക്ട് ചെയ്തിരിക്കുന്നൊരു കാര്യം, ഒരു പെൺകുട്ടി അവരുടെ ലൈഫിൻ്റെ അകത്ത് ഇപ്പോൾ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ, ആ ഒരു പ്രശ്നങ്ങളുടെ അകത്ത് അവരെ ജഡ്ജ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ അവരുടെ ലൈഫിനകത്ത് നടക്കുന്ന ഇൻസിഡൻറ്റിനെ വളരെ വിഷമത്തോടുകൂടി പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് എന്ന് പറയുന്നു. അവരുടെ ചാനൽ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ ഇച്ചിരി സങ്കടം തോന്നുന്ന കാര്യങ്ങളാണ്. നമുക്ക് എന്തായിരുന്നാലും അവരത് പറയുന്നത് കേൾക്കാം. പേര് ജുബി ബാസി വ്ളോഗ്സ്. ഓക്കെ, അതോടെ എൻ്റെ മൂടും പോയി. കുറച്ചു നേരം സമാധാനത്തിൽ നിന്നതാ ഇത്രയും ദിവസം. ഞാൻ മൈൻഡ് വെക്കാറില്ല പല കമന്റ്സ്. നമ്മൾ കയറി നമ്മൾ മരക്കളാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ലാസ്റ്റ് മരക്കളെ തലയിലേക്കാ ഉണ്ടാവുക. അവിടെ വേറെ ആരും ഉണ്ടാവില്ല. മരക്കളാണ്. മരക്കൾ മകനെ തട്ടിക്കൊണ്ടുപോയി, മരക്ക് മക്കളെ തട്ടിക്കൊണ്ടുപോയിട്ട് മരക്കളെ എന്താക്കാനൊന്നും എനിക്കറിയില്ല. ഇതില് അതായത് എനിക്ക് തോന്നുന്നത് മലബാർ സ്ലാങ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ആ ഒരു സ്ഥലം എനിക്കറിയത്തില്ല, അറിയുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ അവരുടെ ചാനൽ അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് എനിക്ക് ആ ശബ്ദം മരുമക്കൾ എന്നുള്ള രീതിയിലാണോ ഉദ്ദേശിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു വെച്ചാൽ, അതായത് ഈ ആൺകുട്ടിയുള്ള വീട്ടിൽ അവരുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ പ്രധാനമായിട്ട് അമ്മമാർ, അതിനുശേഷം അച്ഛനമ്മമാരിൽ പ്രധാനമായിട്ട് ഈ അമ്മമാരെന്നൊക്കെയാണ് ഇവർ ഇതിനകത്ത് പറയുന്നത്. ആ കുട്ടി ഒരു പെൺകുട്ടി പുറത്ത് നിന്ന് ആ വീട്ടിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അതിനകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ പെണ്ണാണ്. ആ പെണ്ണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചു പോയ കാര്യമാണ്. ഈ പ്രണവ് പ്രവീൺ വിഷയങ്ങൾ സംസാരിച്ചപ്പം നമ്മൾ ഇതിനകത്ത് ആ ഒരു കുട്ടിയുടെ മൃദു എന്ന് പറയുന്ന ആ കുട്ടിയുടെ കാര്യത്തിനകത്ത് നമ്മൾ സംസാരിച്ചു പോയ കാര്യമാണ്. കയറി വന്ന പെണ്ണിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകി പോകുന്നൊരു പരിപാടി. ഇവിടെ ഇപ്പം ഇവരുടെ കുടുംബമായിട്ട് ജീവിക്കുന്നു, ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി, അതിനുശേഷം അവരിപ്പോൾ ഒരു വീടെടുത്ത് മാറി താമസിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ കാര്യങ്ങളൊക്കെയാണ്. അവരെ ദയവായി ഞങ്ങളെ വെറുതെ വിടൂ എന്നുള്ള ടൈറ്റിലാണ് ഈ വീഡിയോ വന്നേക്കുന്നത് 2 ദിവസത്തിന് മുമ്പ്. അപ്പോൾ മരുമക്കൾ വന്നു കയറിയതിന് ശേഷം മരുമക്കളാണ് പ്രശ്നക്കാരെന്നുള്ള രീതിയിലേക്ക് പറയുന്നൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ഒരുപാട് കേൾക്കുന്ന കാര്യമാണ്. ഇന്ന് ഈ ഒരു പരിഷ്കൃത സമൂഹം എന്ന് പറഞ്ഞ് ഈ നൂറ്റാണ്ടിലും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണേ. കേൾക്കാം. ഇതാ പക്ഷെ കമന്റ്സ് ഒക്കെ ആടെ വെച്ചിരിക്കുന്നു കേട്ടോ. അതൊക്കെ ഓരോ ഇഷ്ടമല്ല. കമന്റ്സ് ഒക്കെ ആടെ വെക്കാൻ നെഗറ്റീവ് ഓൾറെഡി മരക്കൊക്കെ വരട്ടെ. മറ്റുള്ളവരൊക്കെ നല്ല പോസിറ്റീവ് ഉള്ള ആൾക്കാരാണ്, നല്ല വൈബുള്ള ആൾക്കാരാണ്, അവർ പാവങ്ങളാണ്. നമുക്ക് മാത്രമാണ് കഷ്ടപ്പാടും. ഈ വന്ന് കയറിയ മരക്കളാണ് എല്ലാത്തിനും കച്ചറകാരി. ഒന്നുമില്ല. അല്ലാ മോനെ തട്ടിക്കൊണ്ടുപോയി, മോനെ വീട് എടുത്തോണ്ട് പോയി, ഈ ഷോപ്പ് എടുത്തത് അവൾക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണ് എല്ലാവരും കമന്റ് ഇടുന്നത്. മരക്കളാണ്. അതായത് ഇപ്പം ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, ഈ ഫാമിലി വ്ളോഗ്സ് എന്നുള്ള സാധനം, ആ ഒരു കൾച്ചർ അതിന് നല്ല രീതിയിൽ ഉപയോഗിക്കാം, അതിനെ മോശമായ രീതിയിൽ ഉപയോഗിക്കാം. ഇത് കാണുന്ന പ്രേക്ഷകർ ഏത് സമയം വേണമെങ്കിലും നിങ്ങളെ മുകളിലേക്ക് കയറ്റുന്ന ആൾക്കാർ ആ നിമിഷം തന്നെ താഴേക്ക് ഒരു ചെറിയൊരു അവസരം കിട്ടിയാൽ അവരത് താഴെ ഇടും. കാരണം അവർക്ക് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അവർ അതോടുകൂടി താഴെ ഇടും. കാരണം നടത്തുന്നതും ഈ കാണുന്ന വ്യൂവേഴ്സ് തന്നെയാണ്. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഫാമിലി വ്ളോഗിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസിയെ നിങ്ങൾ എത്രത്തോളം തുറന്ന് കാണിക്കുന്നോ അത്രത്തോളം നിങ്ങൾ റിസ്ക്കിലാണ്. നിങ്ങൾ ജഡ്ജ്മെൻറ്റ് ചെയ്യപ്പെടും. നിങ്ങളുടെ ഓരോ സന്തോഷ നിമിഷങ്ങൾ, ഇപ്പം ഈ ഒരു കുട്ടി പറയുന്നതിൻ്റെ അകത്ത് നിന്ന് അവരുടെ സന്തോഷമുള്ള നിമിഷങ്ങൾ കുറേ കാലത്തിന് മുമ്പ് കാണിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യൂ. ആ ഒരു മൊമെൻറ്റ് വിട്ടിട്ട് ഇപ്പം ഇവർ സെപ്പറേറ്റ് ആയിട്ടൊരു വീടെടുത്ത് താമസിക്കുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ അധികം മോശം കമൻസ് ഒക്കെ വരുന്നു. ആ മോശം കമൻസിൽ അവരെ വേദനിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കമൻറ്റുകളാണ് കൂടുതലും. അപ്പോൾ ഇതിനകത്ത് ഇവരെ ജഡ്ജ് ചെയ്തിട്ട് ഇവർ മോശക്കാരി എന്നുള്ള രീതിയിൽ, മരുമോള് വന്ന് കയറി നശിപ്പിച്ചു എന്നുള്ള രീതിയിലേക്ക് ഇവരെ കുറ്റം പറയുന്നു. മോനെയും കൂടെ തട്ടിക്കൊണ്ടൊക്കെ പോയി വേറെ വീടൊക്കെ എടുത്ത് താമസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, ഒരു വിവാഹമൊക്കെ കഴിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കണ്ടേ? സ്വന്തമായിട്ട് വേറെ വീടെടുത്തൊക്കെ മാറി താമസിക്കണം. അല്ലാതെ എപ്പോഴും അച്ഛനമ്മയും അവരെ ആശ്രയിച്ചിട്ടൊക്കെ അല്ലല്ലോ ജീവിക്കേണ്ടത്. സ്വന്തമായിട്ട് കുടുംബമായി ആ കുടുംബത്തിനകത്ത് ഇനി സ്വന്തം മക്കളെ ആ ഒരു രീതിയിൽ വളർത്തിയെടുക്കണ്ടേ? എന്താ കഷ്ടം. അവിടെ വേറെ ആരും, ബാക്കിയെല്ലാവരും നല്ല ആൾക്കാരാണ്, സമ്മതിച്ചു. ഇത്രയും കാലം ഞാൻ വില്ലത്തിയായിരുന്നു. അപ്പൊ അതിൽ ഞാൻ വായിച്ചരാം. ജൂബി ആ ബാസ്റ്റിനെ എടുത്ത് കുണിഞ്ഞു അവനെ കയ്യിലാക്കി വെച്ചു. ആ സാധനം ഈ കുടുംബത്തിൽ കയറി കുടുംബം തെറ്റിച്ചു.
22 ലൈക്ക്. ഞാൻ ഇത് കുറെ മുന്നേ വന്നിട്ടാട്ടോ. അപ്പൊ അതിന് മുന്നേ ഉള്ള ഇതിന് ഒക്കെ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് ആള്. ഇതെന്താന്ന് എനിക്കറിയില്ല, നെഗറ്റീവ് വരാൻ വേണ്ടിയിട്ടായിരിക്കും. എനിക്ക് യൂട്യൂബിൽ വന്നിട്ട് ഇനി അവർക്ക് അങ്ങനെ വേറെ ചാനലെല്ലാം ഉണ്ട്, എനിക്കറിയത്തില്ല. അതായത് ഇവരെ കുറിച്ച് തന്നെ പറയുന്നു, ഇവര് വന്ന് കയറി ആ വീടിൻ്റെ അകത്ത് കുളം തോണ്ടി മകനെ അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഒരു സ്ഥാപനമൊക്കെ അടിച്ചു മാറ്റി ഇവർ വേറെ താമസവും തുടങ്ങി അങ്ങനെ പറഞ്ഞു വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിലേക്ക് പറഞ്ഞ ആ ഒരു കമൻറ്റിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അതിനകത്ത് അവരെ പുകഴ്ത്തിയും ഈ ഇദ്ദേഹത്തിന് അഥവാ ഈ കുട്ടിയെ മോശം ആയിട്ടും പറയുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ആക്ച്വലി ഇതിൻ്റെയൊക്കെ കാരണം, ഞാനിതിപ്പം ആരെയും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നും ഞാൻ പറയുന്നു വിചാരിക്കരുത്. ഇവരിപ്പോൾ ഈ വേദന പങ്കുവയ്ക്കാൻ ഈ ഒരു സാഹചര്യം ഉണ്ടായത് പോലും സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രൈവസി വിൽക്കപ്പെടുന്നത് കൊണ്ടാണ്. ഫാമിലി വ്ളോഗേഴ്സ് ഇപ്പം ഈ മല്ലു ഫാമിലി എന്നുള്ളൊരു ഫാമിലി വ്ളോഗർ ആ ടീംസൊക്കെ ഉണ്ട്. അവരുടെ ഒരു പുള്ളിക്കാരൻ സുജിൻ, അദ്ദേഹം ഈ ഗാംബ്ലിംഗ് ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൻ്റെ ആ ഒരു എന്താണ് പേജൊക്കെ ഇപ്പോൾ ടെർമിനേറ്റ് ആയി പോയിട്ടുണ്ട്. അദ്ദേഹവും പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കുന്നു, ഭയങ്കരമായിട്ട് ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ വീഡിയോ ഇടുന്നത് എന്തൊക്കെ ഷോർട്സൊക്കെ കണ്ടിരുന്നു. ഞാൻ എങ്ങനെ പൈസ ഉണ്ടാക്കുന്നത്, എന്നിട്ട് കുറേ ഗെയിമിംഗ് ആപ്പുകളും ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടികളൊക്കെ ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ അവർ സമ്പാദിക്കും. പക്ഷേ ഇതിനകത്ത് യൂസ് ചെയ്യുന്നവരും പെട്ടുപോകും. അവരും ശരിക്കും പറഞ്ഞ ഫാമിലിയെ കാണിച്ചുകൊണ്ടാണ്. ഇവരുടെ പണ്ടത്തെ താട്ടൻ അനിയത്തി എന്നൊക്കെ പറഞ്ഞ് പണ്ടത്തെ കാലത്തെ വീഡിയോ മുതൽ ഞാൻ ഇങ്ങോട്ട് കണ്ടിട്ടുള്ള ആളാണ്, അത് റിയാക്ട് ചെയ്തിട്ടുള്ള ആളാണ്. അവർ ഈ കാലഘട്ടത്തിൽ ഇത്രയും പൈസ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടും അവർ സ്റ്റിൽ ആ ഒരു തരത്തിലേക്കുള്ള ഗാംബ്ലിംഗ് കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ വീണ്ടും ആ പേജ് പോയിട്ട് യൂട്യൂബ് വാട്സാപ്പിൻ്റെ ചാനലിലൂടെയൊക്കെ വീണ്ടും പ്രൊമോഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കണം. പൈസ വരുന്നവന് വീണ്ടും ആർത്തി, അതില്ലാത്ത ഇവരെ ഫോളോ ചെയ്യുന്നവർ ഇവരുടെ പുറകെ പോയി വീഴുന്നു. ഇതിനെല്ലാം കാരണം ഇവരുടെ പ്രൈവസി പബ്ലിക്കായിട്ട് കാണിക്കുന്ന സമയത്ത് അതിനകത്ത് ആകർഷകമായിട്ട് എന്തോ ഹാപ്പിനെസ്, എന്ത് സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നു. ഞാൻ പറഞ്ഞു തരാം, ക്യാമറ തുറന്നു വെച്ച് സംസാരിക്കുന്നവരുടെ അല്ലെങ്കിൽ ആ ക്യാമറ തുറന്നു വെച്ച് കാണിക്കുന്ന ഒരു കാര്യം യാഥാർത്ഥ്യമല്ല. അവർ അത് കാണിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതിനകത്ത് അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു ഫേസ് ഉണ്ട്, അത് നമുക്ക് ആർക്കും അറിയത്തുകൂടിയില്ല. കണ്ടന്റ് പറഞ്ഞിട്ട് എന്താ പറയാ, എനിക്കൊന്നും പറയാനില്ല. അപ്പൊ ഈ കഥനോട് എനിക്കൊന്നും പറയാനില്ല. ദയവ് ചെയ്തിട്ട് ഞങ്ങളെ വേദനിപ്പിക്കരുത്. ഞങ്ങളെ ബൈക്ക് പോവാണ്. ഞങ്ങൾ ആരും മൈൻഡ് വെക്കണില്ല എന്നല്ല, ഞങ്ങൾ സമാധാനത്തിൽ, ഞാനും മൂടും ബാസികാക്കി ഒക്കെ സമാധാനത്തിലാണ് പോകുന്നത്. അത് ഇല്ലാണ്ടാക്കരുത് ദയവ് ചെയ്തിട്ട്. ഓക്കെ, ഇവിടെ ഇവരെ ഇങ്ങനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇവരിത് തെറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞ ആ ഫാമിലി വ്ളോഗ് സെറ്റപ്പിൻ്റെ അകത്ത് ഇവർ 9.5 lakhs ഉള്ള ഈ ചാനൽ ഞാനത് അറിഞ്ഞിട്ടുകൂടിയില്ല. കാരണം അവർ ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിലും സോഷ്യലി റെലവൻ്റ് അല്ലാത്ത, ഈ കുടുംബത്തിൻ്റെ മൊത്തത്തിൽ വിറ്റ് തിന്ന ഒരു ടീം അല്ല എന്നുള്ള ഒരു ഉറപ്പാണ്. കാരണം 9.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ നമ്മൾ കണ്ടിട്ടുകൂടി ഇല്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, അവരുടെ ആ ഒരു കോൺട്രവേഴ്സി ആ ചാനൽ ഉണ്ടാക്കിയിട്ടില്ല. അവർ മര്യാദയ്ക്ക് നല്ല വീഡിയോസ് ചെയ്ത് വളർന്നു വന്ന ചാനലെന്നാണ് ഉറപ്പിച്ച് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അവരുടെ ഭർത്താവും അവരുടെ കുഞ്ഞുമായിട്ട് വേറൊരു വീടെടുത്ത് താമസിച്ചാൽ എന്താണ് ഇത്ര അപരാധം ഇരിക്കുന്നത്? ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ, ഈ കാലഘട്ടത്തിൽ നിന്നല്ല പണ്ട് കാലം മുതലേ കേൾക്കുന്നവർ പെണ്ണിൻ്റെ ശത്രു പെണ്ണു എന്നുള്ള സംഭവം കേട്ടിട്ടുണ്ട്. അത് ഏറെക്കുറെ നമ്മുടെ ചുറ്റുപാട് ഞാനടക്കം കാണുന്നുമുണ്ട്. കാരണം ഈ ഇപ്പോൾ കയറി വരുന്ന മരുമക്കളെല്ലാം നല്ലവരെന്നോ ഈ വീടിനകത്തുള്ള അമ്മായിമാരെല്ലാം മോശമെന്നോ അല്ല, എല്ലാത്തിനകത്തും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് ജനറലായിട്ട് എല്ലാവരും മോശക്കാരാണെന്ന് പറയാനും പറ്റത്തില്ല. നല്ല അമ്മമാരുണ്ട്, എന്ന് വെച്ചാൽ കുട്ടികളുടെ നമ്മുടെ ഈ അച്ഛനമ്മമാരിൽ നല്ലവരും ഉണ്ട്. എന്നാൽ അതേപോലെ തന്നെ ചില ഈവിൾ ക്യാരക്ടറുള്ള കുറേ അധികം ആൾക്കാർ നമ്മുടെ ഈ സൊസൈറ്റിനകത്തുണ്ട്. കാരണം അമ്മായി ഇപ്പം നമ്മുടെ കുറേ ഉത്തര കൊലക്കേസ് മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കുറേ അധികം വിസ്മയ, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങളുടെ അകത്ത് ഈ അമ്മായിയമ്മമാരൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് മെയിൻ കൾപ്രിറ്റായിട്ടൊക്കെ വരുന്നത്, കൊല്ലാൻ കൂട്ടു നിൽക്കുന്നവർ. അപ്പം അതൊന്നും ഉണ്ടാവാതിരിക്കണമെങ്കിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കണം. ഭർത്താവും ഭാര്യയായിട്ട് ഐക്യം ഉണ്ടെങ്കിൽ അവർ വേറെ താമസിക്കട്ടെ, അതിനെന്താ പ്രശ്നം? ആ കുടുംബ വീട്ടിൽ തന്നെ താമസിക്കണം. ഈ ഭർത്താവിൻ്റെ അമ്മ പറയുന്നതെല്ലാം അതേപോലെ കേട്ടോളണം. അതിൻ്റെ തിട്ടൂരത്തിൻ്റെ അകത്ത് താഴെ ഇങ്ങനെ അടിമയായിട്ട് നിൽക്കണം. അടുക്കളയിനകത്ത് കഴിയണം. അടുക്കളയ്ക്കകത്ത് പിന്നെ ശിഷ്ടകാലം മൊത്തം അങ്ങനെ കഞ്ഞിയും കറിയും വെച്ച് കുട്ടികളെ നോക്കി ജീവിക്കണം. ഒരു നിമിഷത്തിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭർത്താവ് വേണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പോകണം. ഇതെന്തുവാ സംഭവം? എന്തുവാടേ? നമ്മുടെ സാമൂഹിക ജീവികളല്ലേ, നമ്മുടെ ചുറ്റുപാടുള്ള സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും. അതിനകത്ത് നമ്മൾ അംഗീകരിക്കുന്നതിന് അംഗീകരിക്കുക, അല്ലാത്ത ഈ സാധനങ്ങൾ തള്ളിക്കളയുക. അപ്പം ഇവർക്ക് ഇവരുടെ ജീവിതം തേടി മാറി താമസിക്കുന്നത് എന്താ പ്രശ്നം? ഈ കമന്റ്സ് ഇടുന്നവർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് എനിക്ക് അറിയണില്ലേ. ഞാനിങ്ങനെ കരഞ്ഞു പിടിച്ചിട്ട് ഏത് സമയത്തും ടെൻഷൻ അടിച്ച് നല്ല സുഖമല്ല മരക്കളെ പറയാനേ. ഈ മരക്കൾ കഷ്ടപ്പെട്ടതും ഈ മരക്കളെ നോക്കിയതൊന്നും ഒന്നുമില്ല. പഴയ വീഡിയോസ് ഒന്നും എടുത്ത് നോക്കൂട്ടോ താതാ. പഴയ വീഡിയോസ് കുറച്ച് ഇതിന്റെ ഒരു 2 കൊല്ലം മുന്നേ ഉള്ള ഇത് പറഞ്ഞിട്ട് ഇവർ ഈ പറഞ്ഞ പഴയ വീഡിയോസ് നോക്കി നോക്കാൻ പറഞ്ഞ സമയത്ത് ഞാനത് കണ്ടപ്പോൾ തന്നെ ഞാൻ അത് ജസ്റ്റ് നോക്കിയായിരുന്നു. വളരെ ഹാപ്പി ആയിട്ടുള്ള അവരുടെ ആ ഒരു അമ്മായി മറ്റുള്ള ടീംസ് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട്
ഇവർ പ്രസവിച്ച് കിടക്കുന്ന സമയം മുതലുള്ള ആ ഫൺ മൊമെൻറ്റും വളരെ ഹാപ്പി മൊമെൻറ്റും അതൊക്കെ ഒരു വളരെ ഹാപ്പി ആയിരുന്നു. വളരെ നല്ല രീതിയിൽ ഐക്യത്തിൽ പോയിക്കൊണ്ടിരുന്ന കുടുംബം തന്നെ ആയിരുന്നു. എന്തൊക്കെയോ കാരണങ്ങളാൽ ചില ഈഗോസോ മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ മോനാണ് നീ ആരാ ചോദിക്കാൻ എന്നുള്ള രീതിയിലേക്കുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. ആ പെൺകുട്ടി വന്നിരുന്ന് സംസാരിക്കുന്നതിനകത്ത് വളരെ ജെന്യൂനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി അതല്ല അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഇതിന് ഷെയ്ഡ്സ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയത്തുമില്ല. പക്ഷേ അദ്ദേഹം ഈ കുട്ടിയുടെ കൂടെ തന്നെ ഉണ്ട്. ഈ കുട്ടി ഇവർക്കൊരു കുഞ്ഞുമുണ്ട്. വളരെ ഹാപ്പി ആയിട്ടാണ് അവർ പോകുന്നത്. അവരെ വേദനിപ്പിക്കുന്ന കമൻറ്റ് ഇടരുതെന്ന് മാത്രമാണ് അവർ അഭ്യർത്ഥിക്കുന്നത്. എടുത്ത് നോക്കിയാൽ മതി, ജൂബി ഉറങ്ങുന്ന ടൈം ഉണ്ടാവും, അതിൽ ജൂബി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട്, ഷോപ്പിന് വേണ്ടിയിട്ട്. ജുബിക്ക് പള്ളലുണ്ടായിട്ട് ഉറക്കം വെച്ചിട്ട് ജുബി ആ ഷോപ്പിൽ പണിയെടുത്തിട്ടുണ്ട്. ഈ വീട്ടിലേക്ക് 1 മാസം മുന്നേ ജുബി പട്ടിണമാരി പണിയെടുത്തിട്ടുണ്ട്. ജുബി അങ്ങനെയല്ല, ജുബിന്റെ വീട്ടുകാർക്ക് ഉണ്ടാക്കിയതല്ല. ഞാൻ എന്റെ പിയാപ്പിൾക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ചു, പിയാപ്പിളിന്റെ വീട്ടുകാർക്ക് വേണ്ടി അധ്വാനിച്ചതാണ്. ഈ കമന്റ്സ് ഇടുന്നവർക്ക് ഒന്ന് ചിന്തിക്കുക. കുറച്ച് ബാക്കോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ജുബിന്റെ എല്ലാ വീഡിയോസും ഉണ്ടാവും. ഷോപ്പിന് വേണ്ടി അധ്വാനിച്ചതൊക്കെ ഉണ്ടാവും. ഈ പള്ളിയിൽ വെച്ച് ജീവു ഉണ്ടായിട്ടും ജീവൂര് പള്ളിയിൽ വെച്ചിട്ട് 9ാം മാസത്തിലോ 8ാം മാസത്തിലോ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. വയ്യാനിട്ടും ഞാൻ എന്റെ വീട്ടിൽ പോവാതെ ആ വീട്ടിൽ നിന്നിട്ടുണ്ട്. ഇതൊക്കെ സത്യം കേട്ടോ. ഞാൻ ആ വീഡിയോസൊക്കെ അവരുടെ കണ്ടപ്പോൾ ശരിക്കും വിഷമിപ്പിക്കുന്നതാണ്. ഈ പറയുന്നത് അവർ നൊന്ത് പറയുന്നതാണ്. അവർ ആ വീട്ടിൽ ഈ കുടുംബത്തിൻ്റെ ഒപ്പം ചേർന്ന് നിന്ന് അവരുടെ ഷോപ്പിനെ വലുതാക്കാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട്, അതിനോടൊപ്പം തന്നെ ഈ പ്രസവ സമയത്ത് യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോസ്, അതിനൊക്കെ അത്യാവശ്യം റീച്ചൊക്കെ ഉള്ള വീഡിയോസൊക്കെ. സോ നല്ല രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരുന്നതാണ് അവർ. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവരൊരു വിലയില്ലാത്ത ഒരാളായിട്ടൊക്കെ മാറുമ്പോൾ ആരൊക്കെ ആണെങ്കിലും വേദന വരുവിടെ, എന്താ പറയല്ലേ. പക്ഷെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ലൈഫില്, അപ്പൊ മാറി നിൽക്കേണ്ടി വരും. അത് വെച്ചിട്ട് എങ്ങനെ മരക്കള് ഈ ദുഷ്ടന്മാരും ഈ കൊഞ്ചി പിന്നെ ഈ മക്കളെ തട്ടിക്കൊണ്ടുപോകലും ഒക്കെ ആവുക. ഭർത്താക്കന്മാർ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കാൻ പറ്റുള്ളൂ. അവർ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങണം. അല്ലെങ്കിൽ ഓല് പറയും എന്റെ വീട്ടിൽ പോയിക്കോ പറയും. എനിക്ക് ഓല് കൂടി ജീവിക്കണ്ടേ, എനിക്ക് എന്റെ വ്യാപ്പളിന്റെ മോളിൽ കൂടി ജീവിക്കണ്ടേ. ഞാനിങ്ങനെ അവിടെ ഒരു ഇത് വരിക. ഇതൊരു വലിയ കഷ്ടം പിടിച്ചൊരു കാര്യം തന്നെയാണ്. ഇപ്പം ഒരു സിസ്റ്റം, കല്യാണത്തിൻ്റെ ഒരു സിസ്റ്റത്തിൽ ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട്. കല്യാണം അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യം എങ്കിലും ഞാൻ പറയാം. ഇവിടെ അവർ മതപരമായ ആചാരപ്രകാരം വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ചിട്ട് അവരുടെ ഹസ്ബൻഡ് വരൂ നമുക്ക് മറ്റൊരിടത്തേക്ക് പോയി താമസിക്കാമെന്ന് പറഞ്ഞ് ഈ ലേഡിയെ വിളിച്ചാൽ ഇവർ വേറെ എന്ത് ചെയ്യണം? ഞാൻ വരത്തില്ല എന്നിവർക്ക് പറയാൻ പറ്റുമോ? ആ പുള്ളി വിളിക്കുന്നിടത്തേക്ക് ഇവർക്ക് പോയേ പറ്റുള്ളൂ. ഇനി അഥവാ പോയില്ലെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടിരും. അവരവരുടെ വീട്ടിലേക്ക് പോകേണ്ടിരും. അവരുടെ കുടുംബം തീർന്നു, ജീവിതം തീർന്നു, നശിച്ച്. ഓക്കെ, നമുക്ക് ഞാനിത് ആരെയും വിമർശിക്കാനോ ആരെയും വേദനിപ്പിക്കാനോ ആർക്ക് ദേഷ്യം തോന്നാനോ ഒന്നും പറയുന്നതല്ല കാര്യമല്ല. ഞാനൊരു കാര്യം ഞാൻ പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ റോഡുകൾ നവീകരിക്കപ്പെടുന്നു, നമ്മുടെ പാലങ്ങൾ നവീകരിക്കപ്പെടുന്നു, നമ്മുടെ ചുറ്റുപാടുള്ള ഫെസിലിറ്റീസ് മൊത്തം പരിഹരിക്കപ്പെടുന്നു. അത് വളരെ മെച്ചപ്പെടുന്ന രീതിയിലേക്ക് നവീകരിക്കപ്പെടുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നവീകരണം ഉണ്ടായിട്ടുണ്ടോ? കാലഘട്ടത്തിനനുസരിച്ച് അത് മാറുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ ഏത് മതത്തിലോ നിങ്ങൾ ഏത് വിശ്വാസത്തിനോ നിങ്ങൾ സ്വീകരിച്ചോളൂ. പക്ഷേ ചില അപരിഷ്കൃതമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. വർഷം 2025 ഇന്നും അതിന് മാറ്റമില്ലാതെ തുടരുന്നു. കുറച്ച് ദിവസത്തിന് മുമ്പാണ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിനകത്ത് ഒരു റീല് കണ്ടു. അതിനകത്തൊരു പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് കിട്ടാത്തതോ എന്തോ, അയാൾ പിന്നീട് ഫ്രസ്ട്രേഷനിൽ എന്തോ ഒരു ഇതൊക്കെ മന്ത്രം ജപിക്കും പോലെ പറഞ്ഞു. എനിക്ക് അറബിയിൽ പറയുന്നതാണ്. പുള്ളി പറഞ്ഞിട്ട് ഞാൻ നിന്നെ മുത്തലാഖ് വിളിക്കുന്നു, എന്തോ ഒരു സംഭവം പറയാം. മുത്തലാഖാണോ എൻ്റെ പേര്, സോറി അതിൻ്റെ ടേം ഞാൻ പറയുന്നത് തെറ്റാണ്. എന്തോ മറ്റേ പുള്ളിക്കാരത്തിയെ ഒഴിവാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, എന്തോ ഒരു സംഭവം അറബിയിൽ പറഞ്ഞിട്ട് ഞാൻ നിന്നെ മൊഴി ചൊല്ലിയിരിക്കുന്നു എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ ആ ജീവിതം അവസാനിക്കുന്നു. ഒരു നിമിഷം ഫോൺ എടുക്കാൻ വൈകിയതിൻ്റെ എന്തോ കാര്യത്തിൻ്റെ ഫ്രസ്ട്രേഷനിൽ മൊഴി ചൊല്ലിയിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ലൈഫ് നശിച്ചിരിക്കുന്നു. ഇത് കഷ്ടോടെ. ഞാൻ ആരെയും ഒരു മതത്തിനെയും അപമാനിക്കാനോ വിഷമിപ്പിക്കാനോ എൻ്റെ ചുറ്റുപാട് ഞാൻ കണ്ട കാര്യമാണ്. അത് എല്ലാ മതങ്ങളിലും കിടപ്പുണ്ട്, ഒരു മതത്തിലല്ല, എല്ലാ മതങ്ങളിലും ഈ സാധനങ്ങളുണ്ട്. മനസ്സിലായില്ലേ? എനിക്കറിയില്ല അതൊന്നും കേട്ടോ. കുറേ ഞാൻ അങ്ങേയറ്റം ഞാൻ സഹിച്ചിക്കണ്. ഞാൻ എനിക്കറിയാനില്ല മക്കളെ, ഞാൻ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇത്രയും വിഷമിച്ച് സംസാരിക്കുന്ന ഒരു സ്ത്രീയെ ഇവർ ആ ഒരു വേദനത്തിൽ തിന്ന് നിൽക്കുന്ന ആ സ്ഥലത്ത് വീണ്ടും നിന്നാൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ രക്തസാക്ഷി കൂടെ കിട്ടും. വേണമെങ്കിൽ ചാനൽ ചർച്ചകൾ മറ്റൊന്ന് മറിച്ച് ഒരാഴ്ച ഉള്ള നീണ്ടു ചർച്ച നടക്കും. അതിനപ്പുറത്തേക്ക് ആ ലൈഫ് പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. മറ്റേ ക്ഷമയുടെ നെല്ലിപ്പലക എന്നുള്ള കാര്യം ഭാവനാത്മകമായി പറഞ്ഞാലും അതിൻ്റെ അപ്പുറത്തേക്ക് പോയൊരു വ്യക്തിക്ക് പിന്നെ ലൈഫില്ല. അവരവരുടെ ലൈഫിനെ തന്നെ പിടിച്ച് അങ്ങ് അവസാനിപ്പിച്ചെന്ന് വരും. അതിലൊന്നും പോകാതെ അവർ ജീവിക്കട്ടെ എന്ന് വിചാരിക്കണം. അപ്പൊ ഗൈസ് അടുക്കളൊക്കെ ക്ലീൻ ആക്കി
ഓക്കെ, അപ്പം ഇതാണ് ഇതിനകത്തുള്ളൊരു വീഡിയോ. ഇദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡുമായിട്ട് 2 മാസത്തിന് മുമ്പ് അവരും ഹസ്ബൻഡും കൂടെ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു മാസവാടക എത്ര മാറാൻ കാരണമെന്നൊക്കെ പറഞ്ഞിട്ട് വീട് മാറുന്നൊരു കാര്യം. അത് വേറെ വീടാണെന്ന് തോന്നുന്നു. വീട് എടുക്കാൻ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒറ്റക്കാണല്ലോ മാറുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു സേഫ്റ്റി റീസൺ അല്ലെങ്കിൽ സെക്യൂരിറ്റി റീസൺ എന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് ലാസ്റ്റ് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം ഇപ്പൊ ഒരു വലിയ വീട് എടുത്തു കഴിഞ്ഞാല് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഓക്കെ, അവർ അന്നേ വീട് മാറി താമസിക്കുന്നതിനെ കുറിച്ചൊക്കെ വീഡിയോ ഇട്ടു. അതൊക്കെ വന്നു. അപ്പം അതിൻ്റെ ആ ഒരു കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഉണ്ട്, ജീവിതകാലം മുഴുവൻ കുടുംബത്ത് കിടന്നാൽ അങ്ങനെ വീടും നോക്കി ബാക്കിയുള്ള തൃപ്തിപ്പെടുത്തി ജീവിക്കാനേ പറ്റൂ. അങ്ങോട്ട് വാരിക്കെട്ടി ഓടി ഇങ്ങോട്ടും ഓടി മനുഷ്യന് വിലയും കാണില്ല. സമാധാനത്തോടെ എന്നും എല്ലാവരും വേണം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റായി താമസിക്കുന്നതാണ് നല്ലത്. ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി നിങ്ങൾ നല്ല ഉയർച്ചയിലെത്തും. ഇനി മെച്യൂരിറ്റിയൊക്കെ വരും. ഇല്ല എന്നല്ല കേട്ടോ പറഞ്ഞ്. ഇനി ജീവിക്കണം, എന്തേലും സമാധാനിക്കണം, പിന്നെ എന്തെങ്കിലും സമ്മതിക്കണം, വീട് വയ്ക്കണം എന്നൊക്കെയുള്ള ലക്ഷ്യബോധം ഉണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ. സോ അപ്പോൾ നീയും നിനക്ക് വാസിയും തന്നെ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ നന്നായി ജീവിക്കുക, ഉമ്മാനെ വാപ്പാനെ നോക്കേണ്ട അവസ്ഥ വരുമ്പോൾ നോക്കണം. അല്ല ഇപ്പോൾ ഓർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മാറി താമസിക്കുന്നതിന് നല്ലത്. അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഫാമിലിക്കകത്ത്. അതിനെക്കുറിച്ച് അവർ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ വലിയ ആളൊന്നുമല്ല, എങ്കിലും ഞാൻ നിങ്ങളടുത്ത ഒരു കാര്യം ഞാൻ പറയാം. ഈ വിവാഹം കഴിക്കുക എന്നുള്ള പരിപാടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു കുടുംബ വീട്ടിൽ നിൽക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട്ടിലേക്ക് മാറുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. അഥവാ എന്തെങ്കിലും ചെറിയ ചെറിയ കൊച്ചു പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തീരും. മറ്റെന്ന് പറഞ്ഞാൽ ഒന്നിലധികം പേര് ആൾക്കാർ അഭിപ്രായം പറയുമ്പോൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരാൾ കോർണർ ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഭയങ്കര വഴക്ക് കിടക്കും. അവിടെ ഗുരുതരമായ പ്രശ്നങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടാവും. കുടുംബമല്ലേ, കുടുംബം നമ്മൾ പ്രകൃതിയിലേക്ക് നോക്ക്. ഏതെങ്കിലും ജീവികൾ അവരൊരു മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിൽക്കുന്നുണ്ടോ? അവർ മാറി താമസിക്കുക, അല്ലെങ്കിൽ വേറെ കൂടുകളുണ്ടായി മുട്ടയിടും. അവർ വീണ്ടും വിരിഞ്ഞിറങ്ങുന്ന കിളികൾ കൂട്ടുകൂടി അടുത്ത് വേറെ ഇണകളുമായിട്ട് വേറെ കൂടുണ്ടാക്കി മുട്ടയിടും. ഇത് തന്നെയല്ലേ സമൂഹം, പ്രകൃതി പോലും അങ്ങനെ നിയമം വെച്ചിട്ടുണ്ട്. പിന്നെന്താ മനുഷ്യന് മാത്രം? കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നും പറയാതിരിക്കുക നല്ലത്, ഒരുപാട് പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായിരുന്നാലും ആ ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവട്ടെ. ആവശ്യമില്ലാതെ അവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്താണ്? അടുത്തൊരു വീഡിയോ കൊണ്ട് കാണുന്നത് ഗൈസ്. ബൈ.